കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് 2 വർഷക്കാലമായി. ഇപ്പം ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു തൊഴിൽ മേള നടക്കാൻ പോവുകയാണ്. അവിടെ പങ്കെടുപ്പിക്കാവുന്ന മുഴുവൻ ആളുകളെ അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി കിട്ടില്ല, ഗവൺമെൻറ് ജോലി എല്ലാവർക്കും കിട്ടില്ല. എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ ഇപ്പോൾ വിദേശത്തായാലും സ്വദേശത്തായാലും നമ്മുടെ സംസ്ഥാനം വിട്ടിട്ടായാലും സംസ്ഥാനത്തുള്ളതാണേലും ഒട്ടനവധി വ്യവസായ സംരംഭകരെ നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് തന്നെ അവരിൽ കൂടി ജോലി കൊടുത്തുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു തൊഴിൽ മേള നടക്കുന്നുണ്ട്. ജനുവരി 28-ാം തീയതിയാണ്. ആ തൊഴിൽ മേളയിൽ കൂടിയും നമുക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും. ജോലി കൊടുക്കാമെന്ന് വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരും പഠിച്ച ജോലി കിട്ടാതെ പല ജോലിക്കും വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ല, നമുക്ക് അവർ പഠിച്ച ജോലി ഇപ്പോൾ ഗവൺമെൻറ് ജോലി അല്ലെങ്കിലും പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ച് അല്ലെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കൊടുക്കാൻ വേണ്ടി ഇപ്പം BCom പഠിച്ച അക്കൗണ്ടൻ്റ് ആയിരിക്കുന്നത് അവർക്ക് ആ മേഖലയിലേക്ക് ചിലപ്പോൾ വിദേശത്തായോ സ്വദേശത്തായോ ആ മേഖലയിൽ അല്ലെ +2 പാസ്സായവർക്ക് ആ മേഖലയിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഗവൺമെൻറ് ഈ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കായംകുളത്ത് തന്നെ ഒട്ടനവധി തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങപ്പെട്ട് കഴിഞ്ഞു. കാരണം 50,000 രൂപ ഞങ്ങൾ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നുള്ള ലോണും കിട്ടി. അവർക്ക് നല്ലൊരു സംരംഭം തുടങ്ങുമ്പോൾ അവർക്ക് മാത്രമല്ല അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന പല ജോലിക്കാരുണ്ട്. അവരുടെ എല്ലാ കുടുംബങ്ങളിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഒരുപക്ഷെ ആ തൊഴിലാളി മേഖലയിൽ തന്നെ ഒരു വല്ലാത്ത അവഗണന അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ആ തൊഴിൽ മേഖലയുടെ പിന്നാമ്പുറത്ത് ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഇവിടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അയൺ ഫാബ്രിക്കേഷൻ അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് യൂണിറ്റിൻ്റെ തൊഴിലാളികൾക്ക് മാറേണ്ടി വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം യാതൊരു തരത്തിലുള്ള നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടും നിങ്ങളുടെ ഒരു സംഘടിതമായ ശക്തി കൊണ്ടും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ ഒക്കെയും നിങ്ങൾ പരസ്പരം കണ്ടെത്തുന്ന സംരക്ഷണത്തിനപ്പുറമായി പലപ്പോഴും നിയമപരമായി ഇപ്പോൾ ക്ഷേമനിധി, എല്ലാ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ക്ഷേമനിധികളുണ്ട്. പക്ഷേ ആ ക്ഷേമനിധിയുടെ പരിരക്ഷയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. ESA പോലെയുള്ള PF പോലെയുള്ള തൊഴിലാളികൾക്ക് ലഭ്യമാകേണ്ട ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാകാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ പിന്നാമ്പുറത്ത് കഴിയേണ്ടി വരുന്ന ഒരു മേഖലയായി നിങ്ങൾ മാറുന്നു എന്ന് പറയുന്നത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനോഹരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ റിപ്പോർട്ട് സെക്രട്ടറി ശശി സ്റ്റീലാൻഡ് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ K രഘു സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഹരികുമാർ കണക്ക് അവതരിപ്പിച്ചു. രതീഷ് ബാബു, ജ്യോതി, K ഓമനക്കുട്ടൻ, പ്രകാശ് G ചിദംബരൻ എന്നിവർ സംസാരിച്ചു. പൊല്യൂഷൻ വൈറ്റ് കാറ്റഗറി ആക്കുക, ക്ഷേമനിധി അനുവദിക്കുക, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി പ്രകാശ് ജിയെയും സെക്രട്ടറിയായി J ജ്യോതിയെയും ട്രഷററായി മോഹൻലാലിനെയും വൈസ് പ്രസിഡന്റായി ഓമനക്കുട്ടൻ, ചിദംബരൻ, ഹരികുമാർ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഉണ്ണികൃഷ്ണൻ, ലിബു എന്നിവരെയും തെരഞ്ഞെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം.